മഞ്ഞൾ പ്രസാദമൊരുക്കാൻ മഞ്ഞൾ കൃഷിയിൽ 100 മേനി വിളയിച്ച് ക്ഷേത്ര കമ്മിറ്റി. കാസർഗോഡ് പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രമാണ് മഞ്ഞൾ കൃഷി നടത്തിയത്. പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 19 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൽ ദേവീപ്രസാദമായ മഞ്ഞൾക്കുറി തയ്യാറാക്കുന്നതിന് ഭക്തജന കൂട്ടായ്മയിൽ 50 സെന്റ് സ്ഥലത്ത് 10 മാസം മുൻപ് തുടങ്ങിയ മഞ്ഞൾ കൃഷിയാണ് വിളവെടുത്തത്. ഭഗവതിയുടെ പ്രസാദമായ കനകപ്പൊടി വിഷരഹിതമാക്കണമെന്ന ഉദ്ദേശത്തോടെ നടത്തിയ മഞ്ഞൾ കൃഷിയിൽ 100 മേനി വിളഞ്ഞതിന്റെ സന്തോഷത്തിലാണ് പെരുങ്കളിയാട്ടം ആഘോഷ കമ്മിറ്റി. മേനിക്കോട്ട് പ്രദേശത്ത് നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ക്ഷേത്രസ്ഥാനികരുടെ സാന്നിധ്യത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സുജാത ടീച്ചർ നിർവഹിച്ചു. ബാല്യക്കാരും മറ്റ് വനിതാ സമിതിയും ഒക്കെ ചേർന്നുകൊണ്ട് മുച്ചിലോട്ട് ഭഗവതിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രസാദമായിട്ടുള്ള മഞ്ഞൾ പ്രസാദം അത് കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾ സ്വയം കൃഷി ചെയ്ത് വിളവെടുത്തു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും ഈ നാട്ടിലെ മുഴുവൻ ആളുകളും അതിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളതും അഭിനന്ദിക്കത്തക്കതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ പെരുങ്കളിയാട്ടങ്ങളും മറ്റു മഹോത്സവങ്ങളും ഒക്കെ ഒരു നാടിൻ്റെ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി നമുക്കിന്ന് കഴിയുന്നുണ്ട്. വിളവെടുത്ത മഞ്ഞൾ പുഴുങ്ങി ഉണക്കിയെടുത്ത് അനുഷ്ഠാന വിധി പ്രകാരം മഞ്ഞൾക്കുറി തയ്യാറാക്കും. 30 ചാലുകളിലായി നടത്തിയ കൃഷിയിൽ നിന്നും 2 ക്വിന്റലോളം മഞ്ഞൾ വിളവെടുത്തു. അമൃത ന്യൂസ്, കാസർഗോഡ്.